മത്തി പൊള്ളിച്ചത്. ആവശ്യമുള്ള സാധനങ്ങൾ 4 മത്തി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വരഞ്ഞെടുത്തത്. നെയ്യുള്ള മത്തിയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഒരു 6 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. വേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉണക്കമുളക്. ഞാനിവിടെ എടുത്തേക്കണ മുളക് കാശ്മീരി മുളകാണ്. ഈ മുളകിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, എരിവ് വളരെ കുറവായിരിക്കും. പിന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയും. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഈ മുളകിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ മുളകിടാം, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുളകിനെ ഒന്ന് വേവിക്കാം. ഇപ്പം മുളക് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മുളക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ചുമന്ന കളറുണ്ട്. എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തിയിലേക്ക് നമ്മൾ മസാല പിടിപ്പിക്കാൻ പോവാം. മസാല പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീൻ എടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് ഒരു പകുതി വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മീനിൽ കവർ ചെയ്തിട്ട് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള വേവ് മീനിനെ നമ്മൾ വേവിക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മത്തിയിലേക്ക് മസാല പിടിപ്പിക്കാം. മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാലയുടെ പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടുക. മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഈ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ പേസ്റ്റും ചേർക്കാം. ചെറുതേങ്ങ പേസ്റ്റ് മുഴുവൻ നമ്മളിപ്പോൾ എടുക്കില്ല. കുറച്ച് നമ്മൾ ഈ മീനിലേക്ക് മസാല പിടിപ്പിക്കാനെടുക്കും. ബാക്കിയുള്ളത് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് നമുക്ക് മീനിലേക്ക് പിടിപ്പിക്കാം. ഈ മത്തി നല്ല നെയ്യുള്ള മത്തിയാണ്. നല്ല നെയ്യുള്ള മത്തിയാണ്. ഈ മത്തിയുടെ ഉള്ളിൽ നല്ല നെയ്യുണ്ട്. നല്ല കുറച്ച് നെയ്യുള്ള മീൻ വെച്ചിട്ട് നമ്മൾ മീൻ പൊള്ളിച്ചെടുത്താൽ മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്കിതിലേക്ക് മസാല പിടിപ്പിക്കാം. മസാല ശരിക്കും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നീക്കി വയ്ക്കാം. പകുതി വറുത്തിടുക. അതിന് വേണ്ടിയിട്ടൊരു ചീഞ്ഞിട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. ചീഞ്ഞിട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ മത്തിയിൽ നല്ല നെയ്യുള്ളാനും ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കണുള്ളൂ. മത്തിയിടും. കുറച്ച് ഇതിൻ്റെ പേസ്റ്റ് ബാക്കിയുണ്ട്. അതും കൂടി മീനിൻ്റെ മുകളിൽ നമുക്ക് തട്ടി വെക്കാം. ഈ 2 മുഴുവനെയുള്ള ഉണക്കമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടൊന്ന് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം. കാരണം അത് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ ഇതും കൂടിയിട്ട് നമുക്ക് മീനിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം.
മീനിൻ്റെ ഒരു സൈഡ് പതുക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിടാം. മത്തി പകുതി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കാം. അതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്ന മുളക് എടുത്ത് മാറ്റാം. അത് മീൻ എടുത്തിട്ട് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാളയും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി, ഇഞ്ചി, ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർക്കാം. ഇങ്ങനെ ആ മത്തിയുടെ നെയ്യുള്ളാനും ഇതിനകത്ത് ഇറങ്ങിങ്ങനെ സവാളയൊക്കെ ഇറങ്ങിട്ട് മുരിയുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് അധികം മൊരിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് കളർ മാറിയുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ പേസ്റ്റ് ചേർക്കാം.